ഞാൻ പറഞ്ഞു ചക്കയുടെ എങ്ങനെയാ ഇപ്പൊ ചൂടണേന്ന് ചോദിച്ചു. എനിക്കൊന്നും പറയാൻ പോലും പറ്റൂല ചൂട് കാരണം. അപ്പയെന്ന് പറയണ്ട് തണുത്ത കാറ്റുണ്ടെന്ന്. എവിടെ ഓടി അങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല കേട്ടോ. എന്റെ വക ഒരു മദേഴ്സ് ഡേ ഗിഫ്റ്റ്. ഏഹേ ആ സമയത്തോടനുബന്ധിച്ച് കിട്ടണതാ താല്പര്യം. ഏഹേ ഇത് വലിയ കേവനാണല്ലോ. എന്നെ പോലും ഇത് ഞാനോർത്ത് ഇത് കഴിഞ്ഞെന്ന്. ഇതിനകത്ത് വേറെ ഏതാണ്ട് റൗണ്ട് പോലെ കമ്മല് പോലെ കണ്ട് കിടക്കണം. എന്നാന്ന് നോക്കട്ടെ. 2-3 ലക്ഷം രൂപ ആ വഴിക്ക് പോണേ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് എല്ലാ വ്യക്തികൾക്കും അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പിടികിട്ടി സാധനം മേടിക്കുവാണെങ്കിലും അതിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ചക്കയുടെ ആണല്ലോ. ചക്കയുടെയാ. അപ്പയ്ക്ക് പക്ഷെ അമ്മയുടെ ആ ചുട്ടയടയാണ് താല്പര്യം. എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചക്കയുടെ എങ്ങനെയാ ഇപ്പൊ ചൂടണേന്ന് ചോദിച്ചു. നിന്റെ വരിക്കപ്ലാവേലെ ചക്ക പഴുത്തത് ഞാൻ അരിഞ്ഞ് വേവിച്ച് വെച്ചിരുന്നത് അകത്ത് വിളയിച്ച് വെച്ചേച്ച്. ഒന്ന് തുറന്നേ ഇല, ഒരെണ്ണത്തിന്റെ ഇല തുറന്ന് കാണിക്കാം. രണ്ടും തുറക്കാം. അടിപൊളി ചെറിയ അടയാട്ടോ അത്. പക്ഷെ അപ്പയ്ക്ക് ചുട്ടയടയാണ് കേമൻ എന്ന് എപ്പോഴും പറയും കഴിച്ചതിന് ശേഷം. അതെ 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 ഒരു രക്ഷയില്ല അല്ലേ. അതെ വലുത് ആദ്യം കഴിച്ചു. അതെ അതിലെ ഒരു ഉറുമ്പ് പോണത് മധുരം. ഇന്ന് അമ്മയ്ക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓ എന്നെ മനിച്ചു. എനിക്കൊന്നും പറയാൻ പോലും പറ്റൂല ചൂട് കാരണം. ഇവിടെ ചൂട് നല്ല കുറവാ. എറണാകുളത്ത് എന്തൊരു ചൂടാണ്. എറണാകുളം ഭാഗം പിന്നെ ചൂടായിരിക്കുമല്ലോ. ഓ എന്തൊരു ചൂടാ. ടൗണില് നല്ല ചൂടാ. ഇവിടെ ചൂട് വളരെ കുറവാ. ഈ മരങ്ങളൊക്കെ നിക്കണോണ്ട്. അപ്പയെന്ന് പറയണ്ട് തണുത്ത കാറ്റുണ്ടെന്ന്. എവിടെ ഓ എനിക്കാണെങ്കിൽ ഉഷ്ണം കൊണ്ട് ഓ 6:30 ആയപ്പിന്നെ ഞാൻ കുളിച്ചത്. അതായത് മുടിയൊക്കെ പന്നപ്പറതല് പിടിച്ചിരിക്കണേ. ഇതെന്നാ ഈ സാധനം? ബീച്ചിപ്പിടി. ഞാൻ വിചാരിച്ചു മോമോസാണ്. ഞങ്ങളുടെ ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പും ജീരകവും ഈ മാവിൽ തന്നെ മധുരം ഇടാതെ ജീരകവും ഉപ്പും ചേർത്ത് കുഴച്ച് ഇച്ചിരി നെയ്യുണ്ട്. ബീച്ചിപ്പിടി അമ്മ എപ്പോഴും ഉണ്ടാക്കും അല്ലേ? അത് ഞങ്ങളുടെ നൊസ്റ്റ് ഓർമ്മ. ഞങ്ങളുടെ വീട്ടിൽ കോഴിക്കോട്ടെ ഉണ്ടാക്കുമ്പോൾ അമ്മ ബാലൻസ് തന്നെ മാവ് കൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ചെയ്ത് തരുമായിരുന്നു. കാരണം ചിലപ്പോൾ മാവ് കൂടുതലുണ്ടാവും. എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കുമല്ലോ അകത്ത് വയ്ക്കുന്ന സാധനം. അത് കഴിയുമ്പോൾ അത് ബാലൻസ് തന്നെ മാവ് ഇങ്ങനെ എടുക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം അതിലേക്ക് കുറച്ച് ജീരകം കൂടുതൽ അമ്മ ചേർക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഇട്ട് ചെയ്തേക്കണം. ഞാൻ അധികം ഇട്ടിട്ടില്ല, എന്നാലും ജീരകം ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിച്ചിരി നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റാ. കഴിച്ചോ. അതെ ചക്ക അട നമ്മൾ എടുക്കുകയാണ്. പുഴുങ്ങിയ അട വളരെ സോഫ്റ്റ് ആണ്. ചുട്ട അട ഇത്രയും സോഫ്റ്റ് അല്ല, പക്ഷെ ടേസ്റ്റ് കൂടുതൽ ചുട്ട അടയ്ക്കാണ് കേട്ടോ. ചക്ക അട പിന്നെ ചുടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ അല്ലേ. ഇത് മറയൂർ ശർക്കരയാണോ? പക്ഷെ ശർക്കരയ്ക്ക് കളറ് കുറവാ. അന്ന് പെസഹാപ്പാൽ ഉണ്ടാക്കിയപ്പോ കളർ ഉണ്ടായിരുന്നു. നല്ല കളറായിരുന്നു. ചക്കയുടെ ഇഷ്ടമാണോ എന്ന് ഞാൻ ആരോടും ചോദിക്കണില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ്. നല്ല മധുരമുണ്ട് കേട്ടോ. മധുരമുണ്ട്. ശർക്കരയ്ക്ക് അധികം കളറില്ലാന്നുള്ളൂ. അപ്പ എന്നോട് ചോദിക്കും കേട്ടോ പീച്ചിപ്പിടിക്ക് മധുരം ഉണ്ടോ. ഒരിട കഴിച്ചപ്പോ അത് മതിന്ന് പറഞ്ഞടാ. ഞാൻ പറഞ്ഞു ഇത് മധുരം ഇല്ലാത്ത സാധനമാന്ന് പറഞ്ഞു. മധുരം ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതങ്ങ് തിന്നാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതങ്ങ് തിന്നു. ഇപ്പോഴാ തിന്നെ. ചായക്ക് ഞാൻ അട ഞാൻ 3:45 ഉണ്ടാക്കിയായിരുന്നു. ചായ എത്തിയ സമയത്തും. അപ്പൊ ഈ മധുരം ഉള്ളത് നോക്കി സെലക്ട് ചെയ്ത് കഴിക്കാനോ. അതാ. നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ? ഞങ്ങൾക്ക് ഒരു മഴ ഒന്ന് 2 ദിവസം മുമ്പ് ചാറിപ്പോയി. പക്ഷെ ചൂട് ഭയങ്കര അല്ലേ. അതെ. ഇത് നിങ്ങൾ കാണുമ്പോ ഒരു പക്ഷെ ഞങ്ങൾക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ആയിരിക്കുമല്ലോ വീഡിയോ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടണേ. മെയിലിടുന്ന വീഡിയോയാ. അപ്പൊ പിന്നെ മഴ കിട്ടുമോ നേരത്തേക്ക്. ഇത് ഏപ്രിൽ അവസാനം ഷൂട്ട് ചെയ്യണം കേട്ടോ. ഇനി ഒന്ന് അവിടെ ഇരിക്കുവോ? ഇരിക്കാം. പിന്നെയും പാടാം. ഒരു സാധനം തരാനാ. ഇരിക്കാന്നേ. അത് ഇരിക്കണമെങ്കിൽ അത് പിന്നെ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ചുമ്മാ ഓടി അങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല കേട്ടോ. ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല ഇത്രയും നാളായിട്ട്, ഇത്രയും വർഷമായിട്ട്. ഇരിക്കാം. എൻ്റെ വക ഒരു മദേഴ്സ് ഡേ ഗിഫ്റ്റ്. മദേഴ്സ് ഡേ എത്തണേന് മുന്നേ തന്നെ ഒരു മദേഴ്സ് ഡേ ഗിഫ്റ്റ് ഞാൻ അങ്ങ് വാങ്ങി. അതെന്നാ പോലും നേരത്തെ മേടിച്ചതോ? അത് ഇരിക്കട്ടെ, ആവശ്യമുണ്ട്. അത് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് ഇപ്പോ. എനിക്കേ ആ സമയത്തോടനുബന്ധിച്ച് കിട്ടണതാ താല്പര്യം കേട്ടാ.
ഇപ്പൊ ചൂടൊക്കെ ഞങ്ങൾക്ക് ഏപ്രിൽ ലാസ്റ്റാണ്. ചൂടൊക്കെ അങ്ങനെ മൂർധന്യത്തിൽ എല്ലാവർക്കും നിൽക്കുവാണല്ലോ. ഇനിയിപ്പോ ഇന്നാളെ ആരാണ്ട് ചോദിച്ചു കുളിക്കണ കാര്യം. ഇപ്പൊ ഞാൻ 2 നേരമൊക്കെ കുളിക്കും. ചൂട് എല്ലാവരും ഒക്കെ 2-3 നേരം കുളിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ മഴ ഇടയ്ക്ക് കിട്ടിയെങ്കിലും ചൂട് കുറവില്ല അല്ലേ. ഇതിനകത്ത് എന്നാന്നറിയാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എന്നാന്ന് ഗുഡ് വില്ലിന്റെ കവറാണ്. ഏതായാലും ഓരോന്ന് എടുത്ത് നോക്കാം. ഗുഡ് വില്ലിന്ന് മാത്രല്ല വേറെയും ഉണ്ട്. ഉണ്ടോ? ഗുഡ് വില്ലിന്റെ കവറിൽ ഏതായാലും ഇട്ടേക്കണം. ഓരോന്ന് എടുക്കാം. ഈ കവറിലൊന്നും ഇല്ല. ഇല്ലേ? ഇല്ല ഉണ്ടോ? ഇല്ല. മറ്റേലേക്കല്ലോ മാറ്റിയതായിരിക്കും. അത് ഞാന് മാറ്റിയായിരുന്നു, ഓർത്തില്ല. ഞാൻ നോക്കാനും എടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും. സ്റ്റൈൽ മൊത്തം ഇങ്ങനെ എടുക്കട്ടെ. സ്റ്റൈൽ ക്ലബ് എന്ന് മറ്റേ എഴുതിയേക്കണേ. കൊല്ലം സുപ്രീം ആട്ടോ, കോൺവെന്റ് ജംഗ്ഷൻ. അപ്പൊ എന്നാ പോലും ഇതിനകത്ത് ഇപ്പൊ ആർക്കറിയാം. നോക്കാം, തുറക്കാം. ഇത് വലിയ കേവനാണല്ലോ. എന്നാ പോലും ഇത് മാലയാണോ? ഇത് സംഭവം മാലയാണോ? മാലയുണ്ട്, വേറെയും ഉണ്ട്. ചരട് കണ്ടപ്പോഴാ മാലയാന്ന് തോന്നിയത്. അതങ്ങനെ പ്രതീക്ഷയില്ല. ഒരു സാൻസ്റ്റോണും സാൻസ്റ്റോണും കോറലും മേടിച്ചിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് തന്നെയാന്ന് തോന്നുന്നത് മേടിച്ചേക്കണത്. പിന്നെ ഇപ്പൊ രണ്ടാമത് മേടിക്കാൻ എന്നാ പ്രചോദനം അറിയില്ല. ലേറ്റസ്റ്റ് മോഡലാ. ഈ വയസ്സായവർക്ക് ഇനിയിപ്പൊ എന്നാ ലേറ്റസ്റ്റ്? വയസ്സാവുമ്പോഴാണ് ലേറ്റസ്റ്റ് ഇടേണ്ടത്. അല്ല ചെറുപ്പക്കാർക്ക് ഇടാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അടിപൊളിയാണല്ലോ. പക്ഷെ വയസ്സായവർക്ക് ഇടാൻ അവസരങ്ങൾ ഇനി കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർ ഏറ്റവും ലേറ്റസ്റ്റ് ഇടണം. നല്ല അടിപൊളി. ഇഷ്ടപ്പെട്ടോ? വേളമുത്തല്ലേ? വേളമുത്ത്. ഈ അരിപ്പേളില്ലേ, റൈസ് പേൾ ഇങ്ങനെ തന്നെ വരണ പാറ്റേൺ വേണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനത്തെ പാറ്റേൺ ഉള്ളത് അവിടെ മോഡൽസ് കുറവായിരുന്നു. അല്ലാത്ത സ്റ്റോൺ ഉള്ളത് ഒരുപാടുണ്ട്. പക്ഷെ ഈ റൈസ് പേൾ അറ്റത്ത് വരുന്നത് കുറവാ പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഈ കളറും വേണമായിരുന്നു, പിങ്ക് കളർ. ഇതാ ഇവിടെ നല്ലതാ. ഇത് ചരട് പിടിപ്പിച്ചതാണോ അതില്? പിടിപ്പിച്ചതാ. അതെ, ഹുക്കിട്ട് വേണമെങ്കിൽ ഹുക്കിടാം. കൊളുത്ത് കണ്ടോ കാണിച്ച്? കൊളുത്ത് വേണമെങ്കിൽ നമുക്ക് ഇടാം. അല്ലെങ്കിൽ സൈക്കിളിലോക്ക് പോലെ ചരട് ഇട്ടേച്ച് ലെങ്ത് കൂട്ടിയിടണമെങ്കിൽ. അമ്മക്ക് ഇനി ലെങ്ത് ഇല്ലാന്ന് ചില സമയത്ത് പറയണേക്കാവേ. ഞാനൊന്ന് നോക്കട്ടെ. വേർത്താണെങ്കിലും ഇരിക്കണതേ. ഈ മാല ഇട്ടേച്ചു. ഇത് ഞാൻ കോമൺ ഇട്ടുകൊണ്ട് നടക്കണം കേട്ടോ. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ നടക്കും. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വലിച്ചു മാറ്റും കഴുത്തേലും. ഇട്ട് നോക്കട്ടെ. ഉപയോഗിച്ചു കഴിഞ്ഞ ഒരു കോട്ടൺ തുണിയില് തുടച്ചിട്ട് വെക്കണം. കാരണം നമ്മുടെ വേർപ്പോ സ്റ്റെയിനൊക്കെ അടിപൊളിയാ. നമുക്ക് സാരിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞ് കാണാം. അന്നേരം കാണാം. അടിപൊളിയാ. ഇത് ഏതാന്നറിയാം? ലുലു സെലിബ്രിറ്റിന്ന് മേടിച്ച ഒരു പേസ്റ്റൽ പിങ്ക് സാരി ഇല്ലേ, അതിന്റെ കൂടെ ഇടാം. അതിപ്പോ അടുത്ത ആഴ്ച ഒരു ചടങ്ങുണ്ട്, അതിന് പോകുമ്പോ അത് അതുകൊണ്ടാ ഞാനത് നേരത്തെ മേടിച്ച. സാരിയും ബ്ലൗസും ഇന്നാളെ ഞാനൊരു ചടങ്ങിന് ഉടുക്കാനെടുത്തപ്പോ പറ്റിയില്ല. അത് ഉടുക്കാൻ മഴയതാണ്ട് എന്തോ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് അത് മാറ്റി വെച്ചു. ചാറ്റമഴ വന്നത് കാരണം. അപ്പൊ അതിന്റെ കൂടെ ഇത് നല്ല മാച്ചായിരിക്കും. ഇതിന്റെ കൂടെ ഇടാം. പേള് കമ്മലിടാം. അമ്മയ്ക്ക് ആ ചരട് വേണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോ. അല്ല കുഴപ്പമില്ല. വേർത്തിരിക്കുമ്പോ ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യണം, ശ്രദ്ധിക്കണം. വേർപ്പ് അതിലേക്ക് വന്ന നല്ല മാലയാട്ടോ. റേറ്റ് എന്നാ പറഞ്ഞാലും വേണമെങ്കിൽ ഇനി ആൾക്കാർക്ക് റേറ്റ് 850 രൂപ. 850 ഇതിലുണ്ടല്ലോ, ബില്ലുണ്ടല്ലോ. അതെ, ഇതില് വിലയുണ്ട്. 850. നല്ലതാ, നല്ല മാലയാ. സിമ്പിൾ ബട്ട് എലഗന്റ്. പെട്ടെന്നൊന്നും കളർ പോവില്ല എന്ന് പറഞ്ഞിട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ അനുസരിച്ചിരിക്കും. ഞാൻ ആ കോറലും സാൻസ്റ്റോണും കൊണ്ടുവന്നത് ഇതുപോലെ തന്നെ ഇതിനകത്താക്കി വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്തിടും. ഇനിയും ഉണ്ടോ ഒരു സാധനം കൂടി അതിനകത്ത്? നല്ല രസമുണ്ട്. പടം എടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ വെച്ചാ മതിയോ? ദേ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ ഞാനോർത്ത് ഇത് കഴിഞ്ഞെന്ന്. ഇതിനകത്ത് വേറെ ഏതാണ്ട് റൗണ്ട് പോലെ കമ്മല് പോലെ ഏതാണ്ട് കിടക്കണം. എന്നാന്ന് നോക്കട്ടെ കേട്ടോ. അത്രയും വലിയ കമ്മൽ എന്തായാലും ഞാൻ അല്ല, അതുപോലെ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. കമ്മലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് തന്നെ കണ്ടപ്പോ അങ്ങ് എടുത്തത്. ഇത് നല്ല സൂപ്പർ ആണല്ലോ. റൂബിയുടെ കളറോ? റൂബി പോലെ ഇരിക്കുന്ന ലോക്കറ്റ് അല്ലേ? മനോഹരമായ ഒരു ലോക്കറ്റ് ആണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പീസ്. ഞാനൊന്നും ഇങ്ങനത്തെ പാറ്റേൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ അമ്മയ്ക്ക് ലോക്കറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലെ ലോക്കറ്റുകളൊക്കെ ഇങ്ങനെ മാറി മാറി ഇടുന്ന ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ. അപ്പൊ അത് ഇഷ്ടമായതുകൊണ്ട് ഈ ലോക്കറ്റ് കണ്ടപ്പോ ഞാനിങ്ങനെ മേടിച്ചതാ. ഞാൻ ഈ ലോക്കറ്റുകൾ തിൻ ചെയിനയില് 1 2 3 4
നല്ല ലോക്കറ്റുകൾ, നല്ല മീൻസ് ഗോൾഡിന്റെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതെല്ലാം സേഫ്റ്റി ആംഗിളിൽ കൊണ്ട് വെച്ചേക്കുക. അപ്പൊ നമുക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇവര് രണ്ടുപേരും ഞാൻ ഉൾപ്പെടെ പറയും ചിലപ്പോ കഴുത്ത്. ഇപ്പൊ ഒരു ലോക്കറ്റ് സപ്പോസ് നമ്മൾ ഇട്ട് അതിന്റെ കുഴ എങ്ങാനും തെറ്റി അത് ഊരി പോയാലോ? സ്വർണ്ണ ആണെങ്കിൽ 2-3 ലക്ഷം രൂപയാ വഴിക്ക് പോണേ. അത് തന്നെയല്ല, ഭയങ്കര ഡേഞ്ചറാ. ഇപ്പൊ ശരിക്കും സ്വർണം നമുക്ക് നല്ല ബല, ഒരു നമ്മുടെ കയ്യിൽ നല്ലതാ. പക്ഷെ ആഭരണങ്ങൾ ഇട്ട് എങ്ങാനും മാല താഴെ പൊട്ടി വീഴുവോ? അല്ല, പല കാരണങ്ങളുണ്ടെന്നേ. മാല പൊട്ടി വീഴുന്നത് ഒന്ന്, മിസ്സായി പോണത്, അടിച്ചെടുത്തോണ്ട് പോയി ആൾക്കാരുടെ ജീവൻ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ന സാധനങ്ങൾ ഇപ്പൊ പഴയ ആൾക്കാർ പറയും പോലെ ഇടാൻ നിവൃത്തിയില്ല, മേടിച്ചേക്കണ സാധനങ്ങളും. അപ്പൊ അതെല്ലാം സേഫ്റ്റി ആംഗിളിൽ കൊണ്ടേ ഇരിക്കുക. അപ്പൊ അത് വർഷങ്ങളായിട്ട് അങ്ങനെയാ. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ എടുക്കും കൊണ്ടുവയ്ക്കും. ഇപ്പൊ എടുക്കൽ പോലും ഇല്ല. കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ കൊണ്ടുവയ്ക്കാൻ മടി. പ്രായമാകും തോറും ഇങ്ങനെ ഓരോരോ സ്റ്റേജ് അല്ലേ മനുഷ്യരുടെ. അപ്പൊ ഇവളിത് അറിഞ്ഞു കണ്ട് മേടിച്ചോണ്ട് വന്നത്. പിന്നെ കുളത്തിലെ ഊരിപ്പോയ സാധനം പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഇതും നല്ല ഭംഗിയാ. ഏതാ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട? രണ്ടും നല്ലതാ. എനിക്ക് ഈ ലോക്കറ്റിനോടൊരു ഭ്രമമുള്ള ആളാ ഞാൻ. അതായത് എന്റെ ഭ്രമം സ്വർണ്ണ ലോക്കറ്റുകളാ. അത് ഞാൻ പറയാം, അതെനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. അപ്പേ പക്ഷെ ഇവള് പറഞ്ഞതുപോലെ ഉണ്ടെന്ന് പറയാൻ മാർഗമുള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ആണെങ്കിലും ലോക്കറ്റ് എനിക്ക് ഭ്രമ ഇപ്പോഴും. രണ്ടും ഒന്നിനൊന്ന് നല്ലതാ. പക്ഷെ എനിക്ക് ഒരു കണ്ണ് ഇതിനിട്ട് കൂടുതലാ. വില കുറവിനോടാണ് താല്പര്യം. വിലയല്ല എന്റെ കാര്യം. ഇത് അത് ടേസ്റ്റാണ്. ഞങ്ങളുടെ കാലഘട്ടത്തില് പത്താക്ക് സ്വർണം, കോയിൻ, പിന്നെ ചുട്ടി, പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ലോക്കറ്റുകളെല്ലാം എനിക്ക് ആ കാരണത്തിൽ ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണ ഒരു കാലഘട്ടമായിരുന്നു അത് ഞങ്ങളുടെ കാലഘട്ടം. അപ്പൊ ഇപ്പോഴും ഞാൻ ഇടും. പക്ഷെ ഇപ്പൊ ഇടല് കുറവാ. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ ഇട്ടേച്ച് അന്ന് തന്നെ കൊണ്ടുവയ്ക്കാൻ ചിലപ്പോൾ സാധിക്കില്ലാത്തതുകൊണ്ട് ഇപ്പൊ എടുക്കലില്ല. അവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കുക. നീ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റിന് ഗോൾഡ് നല്ലതാണ്. ഇപ്പൊ ആ കാലഘട്ടത്തിലേക്ക് മാറി. അപ്പൊ ഇന്നാളൊരു പ്രാവശ്യം ഇവൾ എന്നോട് പറഞ്ഞു, ഒരു 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ കുറച്ചിങ്ങനെ നല്ല ലോക്കറ്റുകൾ മേടിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്നാ വേണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും അല്ല ഇടാൻ ഇഷ്ടം, മറ്റേതാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അതിപ്പോ അവിടെ ഇരിക്കുമല്ലോ, മാർഗോൾ ഇടയിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് മേടിച്ചോണ്ട് വരുമെന്ന. രണ്ടും നല്ലതാട്ടോ. ഇത് നല്ലതാ, ഇത് നല്ല. ഇത് അധികം വയ്യാണ്ട് ഇടണം. ഒരു ചടങ്ങ് വന്നിട്ട് അന്നേരം ഇട്ട് നിങ്ങളെ കാണിക്കാം. ആ പേളുകമ്മൽ ഇടാം അല്ലേ? ഇതാ ടസർ സാരിയുടെ കൂടെ ഇടാം. കോമ്പിനേഷൻ. ഇനി ആ മാല ഒറ്റയ്ക്ക് ഇടുന്നത് പോരാന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡ് ചെയിനും കൂടെ ഇടാം. വേണ്ട. പോരായികയായിട്ട് തോന്നാറുണ്ടോ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാ വ്യക്തികൾക്കും അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് ഒറ്റ ചെയിൻ മാത്രം കഴുത്തേൽ ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ വളയാണെങ്കിലും 2 കയ്യിൽ ഓരോന്നൊക്കെ ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഈ ഓരോന്ന് ഇടുമ്പോൾ ഈ കയ്യിൽ തന്നെ പോകുമ്പോൾ ചിലപ്പോൾ വാച്ച്, മൊബൈൽ ഉണ്ടെങ്കിൽ എപ്പോഴും മൊബൈൽ എടുക്കൽ ചിലപ്പോൾ നടക്കൂല പേഴ്സിന്നൊക്കെ. അപ്പം ഒരു കയ്യിൽ ഞാൻ സാധാരണ മിക്കവാറും വാച്ച് കിട്ടും, ഒരു കയ്യിൽ ഒരു വളയായിരിക്കും. മിക്കവാറും ഈ ചെറിയ വളയായിരിക്കും കിടക്കണേ, തടവളയൊന്നും ഇടാറില്ല. ലോക്കറ്റിന്റെ പോലത്തെ തന്നെ വളയുണ്ട്, അത് ഞാൻ വേറെ മേടിച്ചു തരാം. അതിന് വിലയുണ്ട്. വേണ്ട, ഞാൻ അഭിപ്രായം പറഞ്ഞതാ. അപ്പൊ എനിക്ക് അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യണത്. അപ്പൊ എനിക്ക് രണ്ടും ഇഷ്ടം. ഒന്നോടെ ഇവരില് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പാറ്റേൺ ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ എനിക്ക് റൗണ്ട് അയച്ചുകൂടി ഇഷ്ടപ്പെട്ടെ. വില 390 രൂപയാണ്. ഏത് പാറ്റേൺ ഉണ്ടായിരുന്നെ? ഫ്ലോറൽ പൂവിന്റെ. പൂവിന്റെ ആ റൗണ്ടാടി നല്ലതാ. റൗണ്ടാ നല്ലത്, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ചുട്ടിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. ആ ചുട്ടി പിന്നെ വൈറ്റ് അതല്ല, അത് ഗോൾഡ് അല്ലേ? ഗോൾഡ് ആവുക. പിങ്ക് ഉണ്ടായിരുന്നു, പേസ്റ്റൽ പിങ്ക് ചുട്ടിയില്ലേ? അത് വലിയ ചുട്ടിയായിരുന്നു, 1300 ഒക്കെ വരുന്നത്. അത് നമ്മുടെ തിരുമറിയിലെ ഷൈനി ആന്റിക്ക് ഉണ്ട് പിങ്ക് ഗോൾഡിന്റെ, പണ്ടേ ഉള്ളതാണ്. അങ്ങനെയാണ് ഞാൻ വൈറ്റ് ചുട്ടി മേടിച്ചത്. ഇനി അതിനകത്തും കൂടെ ഉണ്ട്. ഇപ്പൊ ഇതിൽ തന്നെയല്ലേ കിടക്കണത്? ഇനി കൊച്ചു സാധനങ്ങളാ. അമ്മയ്ക്ക് ഏതാ പറ്റിയെന്ന് അറിയില്ലാത്തോണ്ട് ഞാൻ കൊറേ ഞാൻ മേടിച്ചു. അതെന്നെ ഒരെണ്ണം തന്നെ കൊറേ മേടിച്ചു. അങ്ങനെ ഒരു മേടിക്കല്. അപ്പൊ ഇന്ന് ചോദിക്കണ്ടായിരുന്നു ഈ സാധനം ഉണ്ടോന്ന്. ഈ കല്യാണങ്ങൾക്കും നമ്മള് യാത്രയൊക്കെ ഇപ്പൊ പോണില്ലേ, പോകുമ്പോഴൊക്കെ ഇത് വേണം, അല്ലെങ്കിൽ ശരിയാവൂല. എന്നാ നോക്കി എനിക്ക് പിടികിട്ടി. നാളെ കല്യാണത്തിന് എൻഗേജ്മെന്റിന് പോയപ്പോഴും പാലം കാണാൻ പോയപ്പോഴും പറഞ്ഞ സാധനം. അപ്പൊ പ്രേക്ഷകർക്ക് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, എടുക്കുക. എനിക്ക് പിടികിട്ടി, ഞാൻ കണ്ടില്ലെങ്കിലും. സസ്പെൻസ് അമ്മയ്ക്കില്ല.
ആ അതെ, പല ടൈപ്പ് ഉണ്ട്, ഏത് വേണേലും എടുക്കാം. അപ്പൊ പല്ലുള്ളത്, പല്ലില്ലാത്തത്, പറയട്ടെ, കമ്പിയുടെ, പ്ലാസ്റ്റിക്. ഇത് ഒരു 3 ഉണ്ട് അല്ലേ, എല്ലാം നല്ലതാ. ഇത് ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയാട്ടോ, ഇതിന്റെ പ്രേക്ഷകരോട് പറയണമല്ലോ. അതേ എടുത്തോ, കമ്പി, പല്ലില്ലാത്തത്, പല്ലൊന്നും ഇല്ലാത്തത്, നല്ല സോഫ്റ്റാ. ഇല്ല, ഇതിന് പല്ലില്ല, നല്ല സോഫ്റ്റാ, സൂപ്പറാ, വീതിയുള്ളതാ. ഇതേ പല്ലുള്ളതാ. ഇപ്പൊ ഏതാണ് അമ്മയ്ക്ക് ബോധിക്കണേന്ന് അറിയില്ലല്ലോ. 3 ബോധിച്ചോ? ഇച്ചിരി കേമൻ ഇവൻ താൻ. അല്ല, വെച്ച് നോക്കി കഴിയുമ്പോഴേ കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെച്ച് പോവാൻ വേണ്ടിട്ടാ. കാരണം അല്ലെങ്കിൽ കാറ്റുള്ള സ്ഥലത്ത് പോകുമ്പോ അപ്പടി പറക്കും മുടി, മഹാവൃത്തിയുടെ, അത് കൊള്ളൂല. ഞാൻ പറയാം, പെരുമ്പളമ്പാലത്തിന് പോയപ്പോഴും ഒരു എൻഗേജ്മെന്റിന് പോയപ്പോഴും എല്ലാം വൈകിട്ടായിരുന്നല്ലോ. പെരുമ്പളമ്പാലത്തിന്റെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേ മുടി പറന്നു തുടങ്ങി. കാര്യം കോമ്പ് കയ്യിലുണ്ടെങ്കിലും ചീമ്പി കഴിഞ്ഞാൽ പിന്നെയും പറന്നിരിക്കും. അതിന്റെ കാരണം ഞാൻ പറയട്ടെ. അപ്പം അതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ കുറ്റിമുടികളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, കുറേ മുടികളൊക്കെ പൊഴിഞ്ഞു പോകുമല്ലോ. അപ്പം ഇങ്ങനെ മുടി ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ തരുന്നിരിക്കുന്ന മുടികൾ കാറ്റത്ത് പറക്കും. അതിങ്ങനെ സ്പ്രേ ചെയ്ത് ഒതുക്കി വെക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. പണ്ട് നീ ഒരു സ്പ്രേ മേടിച്ചോളൂ എന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഒതുക്കി വെക്കാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു എൻഗേജ്മെന്റിന് പോയപ്പോഴും സ്റ്റേജിലൊക്കെ കയറാൻ നേരത്തെ ഞാൻ കോമ്പ് ചെയ്താച്ചാൽ കയറിയത്. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ പറന്നിരിക്കുമ്പോൾ ഒരു വൃത്തികേടാ. അപ്പം അതുകൊണ്ട് അന്ന് ഇവള് എന്നോട് പറഞ്ഞായിരുന്നു, ഇവിടെ ആകുമ്പോൾ ലോക്കലിൽ അത്രയും നല്ലത് ചിലപ്പോൾ കിട്ടണമെന്നില്ല നമ്മുടെ ടൗണിൽ. ഞാൻ നോക്കട്ടെ, എറണാകുളത്ത് ഞാൻ നോക്കി മേടിച്ചുകൊണ്ട് വരാമെന്ന്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഈ വേനൊക്കെ മുടി പറക്കണം. മഴയത്ത് പിന്നെ ഒതുങ്ങിയിരുന്നോളൂല്ലോ. അപ്പം 3 ഉണ്ട്, 3 നല്ലതാ. പല്ലുള്ളത്, പല്ലില്ലാത്ത സിമ്പിൾ, ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളത്, 3 നല്ലത് വെക്കാം. മാറി വെക്കാം. ഇനി അതില്ലാന്ന് കംപ്ലൈന്റ് വേണ്ട. അല്ല, അതില്ലാന്നല്ല, മുടി പറക്കണമെന്നുള്ള കംപ്ലൈന്റ് വേണ്ട. ഓരോന്നിന്റെ റേറ്റും പറഞ്ഞാലേ. അതൊക്കെ നിസ്സാര. അതിപ്പോ പറയേണ്ട കാര്യമില്ല, നിസ്സാര റേറ്റുള്ളൂ. 35, 15, 6 രൂപ ഈ തിന്നായിട്ടുള്ളതിന്. അതൊക്കെയാണ് അതിന്റെ വില. അപ്പൊ മദേഴ്സ് ഡേക്ക് മുമ്പേ മദേഴ്സ് ഡേയുടെ ഗിഫ്റ്റ് തന്നതാട്ടോ. ഇതൊക്കെ ഇട്ടൊന്ന് കാണാം. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വെച്ചും ഇട്ടും നിങ്ങൾക്ക് കാണാം. അയ്യോ, ബില്ല് വലിയ ബില്ലാന്ന് തോന്നുന്നു. ഇവിടെ വെച്ചോ. ഹെയർ ബാൻഡിന്റെ എല്ലാത്തിനും കൂടി 55 രൂപ. ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ വില അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ അമ്മ എന്തായാലും ഇതിന്റെ വില ചോദിച്ചു മനസ്സിലാക്കും. അപ്പൊ പിന്നെ എന്നാ നിങ്ങളെയും കൂടി കാണിച്ചേക്കാം. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, ചിലര് ചോദിക്കും ഇതൊക്കെ ഫ്രീ കിട്ടിയതല്ലേ. അതുകൊണ്ടുമാണ് ഞാൻ ബില്ല് കാണിച്ചത് കേട്ടോ. നമ്മള് എത്ര പറഞ്ഞാലും പലരും പറയും ഇത് ഫ്രീ ആണ്. അപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് ഇന്നേ വരെ സാധനങ്ങൾ കൈമാറ്റം നടത്തിയിട്ടില്ല. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന നിങ്ങളെ ബില്ലും ഓൾറെഡി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് സംഗതി, ക്ലിയർ ആയല്ലോ. അപ്പം നീ പറഞ്ഞ പോലെ ഗിഫ്റ്റിന് ബില്ല് പാടില്ല. പക്ഷെ അതിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് സാഹചര്യം അനുസരിച്ച്. പിന്നെ അമ്മ എന്തായാലും വിലയൊക്കെ എത്രയുണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കും. എനിക്ക് വേണം. അപ്പൊ പിന്നെ നിങ്ങളോടും കൂടി അത് പറഞ്ഞേക്കാം. ഏത് സാധനം മേടിക്കുവാണെങ്കിലും അതിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം അത് ആവശ്യമാണ്. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, നെയ്മാലയ്ക്കും ലോക്കറ്റിനും കൂടി 1240 രൂപ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി മദേഴ്സ് ഡേ.